ക്ലൗഡ്. അപ്പോൾ എപ്പോഴും ഇടാത്ത പോലെ ദിവസത്തിൽ ഒരു ലോങ് വീഡിയോ ആണ്, വേറൊന്നുമല്ല, ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. ഓൾറെഡി പലരും ഈ മേക്ക് ഓവർ കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ഇയർ ട്രിപ്പ് വീഡിയോ ഉണ്ടല്ലോ, അതിൽ ഞാൻ ഈ മേക്ക് ഓവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സെപ്പറേറ്റ് ആയിട്ടൊരു ലോങ് വീഡിയോ ഇതിന് വേണ്ടി ഇടുന്നുള്ളത്. എന്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടും കൂടി ഇടാമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ ട്രിപ്പായിട്ട് എടുത്ത് കാണുന്നവർക്ക് മാത്രമല്ല ആ ഒരു മേക്ക് ഓവർ ഒക്കെ കാണാൻ പറ്റുള്ളൂ. പലരും നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ ഡെസ്ക് മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു കൊടുത്ത് കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. എന്തായാലും അങ്ങനെ വലിയ ഫ്രഷ് കണ്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദിവസത്തിലിട്ടത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ മടി കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ദിവസമാണ്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ നല്ല കണ്ടന്റ് ചെയ്യാനും ഇതിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ മാരക മേക്ക് ഓവർ ഒന്നും അല്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് തീമിലാണല്ലോ. അപ്പോൾ ആ ഒരു ക്രിസ്മസ് തീം മാറ്റിയിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ളൊരു മേക്ക് ഓവർ പോലെ ചെയ്ത് കഴിഞ്ഞാലും മൊത്തത്തിലൊരു ചേഞ്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ന്യൂ ഇയർ ടൈം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ റൂം മേക്ക് ഓവർ ചെയ്യുക, ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുക. അപ്പോൾ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ന്യൂ ഇയർ ടൈമിൽ മുടി വെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. അതായത് നമ്മുടെ പണ്ടത്തെ കൂറ സ്വഭാവമൊക്കെ വിട്ടിട്ട് അടുത്ത വർഷത്തേക്ക് അടിപൊളിയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു മുൻസൂചന പോലെയാണ് എനിക്ക് അതൊക്കെ ഫീൽ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ ന്യൂ ഇയർ മേക്ക് ഓവറോ അല്ലെങ്കിൽ ഡെസ്ക് മേക്ക് ഓവർ, റൂം മേക്ക് ഓവർ ഒന്നും ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈനായിട്ട് എടുത്തിട്ട് ഇന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കോ. എന്തായാലും അങ്ങനെ വൈകിട്ടൊന്നുമില്ല. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരാഴ്ചയൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പം ഇനിയും നമുക്ക് നന്നാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഏകദേശം 1-2 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുക. എന്തായാലും 1 മാസം 2 മാസമായിട്ട് നന്നായില്ല, ഇനിയിപ്പോൾ അടുത്ത മാസം നന്നാവാന്നൊക്കെ. ഇത്രയും വർഷം പോയത് പോയി, ഈ ഒരു വർഷമെങ്കിലും നമുക്ക് എല്ലാം അങ്ങോട്ട് സെറ്റാക്കാം. അപ്പോൾ ഈ മേക്ക് ഓവറിനെ പറ്റി ഇനി സംസാരിക്കാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാ സാധനവും ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ഭാഗത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഞാനങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല. കാരണം എനിക്ക് പെട്ടെന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ താഴെ വയ്ക്കാറുള്ളത്. ഇപ്പം ആ പിങ്ക് കളർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്താണ് ഫുള്ള് ജേർണൽ സപ്ലൈസ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ ഒരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മീൻസ് ഏറ്റവും മുകളിൽ ലെയറിൽ നമ്മുടെ വാഷി ടേപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേൽ സ്റ്റിക്കേഴ്സ്, പിന്നെ അതിൻ്റെ താഴെ നമ്മുടെ ജേർണലിലൊക്കെ ഉപയോഗിക്കുന്ന പോസ്റ്റ് കാർഡ്, അങ്ങനത്തെ സംഭവമൊക്കെ. ഏറ്റവും താഴെ കുറച്ച് ടേപ്പ്, അങ്ങനത്തെ സംഭവമൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സംഭവമൊക്കെ നമ്മൾ DIY ആയിട്ട് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്. ബുക്ക് ഹോൾഡേഴ്സ് ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ജേർണൽ, ബുക്ക്, പ്ലാനർ, അങ്ങനത്തെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ചെറിയ സാധനത്തിൽ നമ്മുടെ സ്റ്റിക്കേഴ്സ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു ഹാക്ക് പരിചയപ്പെടുത്തി തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് ചോരുന്ന് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് പിടിച്ച പരിപാടിയെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന് എളുപ്പപ്പണിയായിട്ടുള്ളൊരു പണി ഞാൻ കാണിച്ചു തരാം. ഒരു സ്കെയിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു കത്തി എടുക്കുക, ചൂടാക്കുക, താഴെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവസാനം പെട്ടെന്ന് പറഞ്ഞു വരും. ഞാൻ ആദ്യം കൈ കൊണ്ട് പറിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ടൈമിൽ മര്യാദയ്ക്ക് വന്നില്ല. ഇതിപ്പോൾ ചൂടാക്കി എടുത്തു കഴിയുമ്പോൾ എന്ത് എളുപ്പത്തിലാണ് വരുന്നതെന്ന് കണ്ടാൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ വലിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ഹാക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർക്കാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് വർക്കായി. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സയൻസ് ഒന്നും ഇല്ല. നമ്മളിങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ അതിലിങ്ങനെ ഒട്ടുന്ന ഭാഗം അഡസീവ് കുറച്ചിങ്ങനെ പറഞ്ഞു വരും, അത്രേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ സയൻസ് പറഞ്ഞാലും നമ്മളിങ്ങനെ നേരിട്ട് ചെയ്തിട്ട് അത് വർക്കാവുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലോ. എന്തായാലും അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ടേബിൾ ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ടേബിൾ ക്ലോത്ത് അല്ല, നമ്മുടെ ഷർട്ടിൻ്റെ ഒക്കെ തുണിയില്ല, ഷർട്ടിൻ്റെ തുണിയാണ്. കല്യാണത്തിൽ പോയി കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഷർട്ടിൻ്റെ ബാക്കി വരുന്ന ബിഗ് പീസസ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. ഓരോ ബിഗ് പീസസിന് ഏകദേശം 200-250 ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ ആയിരിക്കും വരാം. അപ്പം ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയ ടൈമിൽ കുറേ മേക്ക് ഓവേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതേപോലത്തെ ഗിങ്കം പ്രിൻ്റ് വരുന്ന ടേബിൾ ക്ലോത്ത് ഒക്കെ വിരിച്ചിട്ടുള്ള മേക്ക് ഓവേഴ്സ്. അപ്പം എനിക്ക് ന്യൂ ഇയർ ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ മേക്ക് ഓവറിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു വിഷൻ ബോർഡാണ്. വിഷൻ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ള വീഡിയോ ഞാൻ നമ്മുടെ ന്യൂ ഇയർ പ്രെപ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ എന്തായാലും കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു സെൻറ്ററിലായിരുന്നു ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടിക്കാനാണെങ്കിൽ കോമഡി ആയിരുന്നു. എൻ്റെ കയ്യിൽ ലാസ്റ്റ് കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒട്ടിച്ച് വെച്ചാണ്. അടുത്ത ദിവസം തന്നെ അത് താഴെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം വേറെ ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിച്ചിട്ടൊക്കെയായിരുന്നു ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ കാര്യത്തിൽ വീഴുണ്ടാന്ന് പറഞ്ഞിട്ട് 4 സൈഡ് കുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് നല്ല അന്തസ്സായിട്ട് വീഴുകയും ചെയ്തു. എന്തായാലും നമ്മുടെ വിഷൻ ബോർഡിന് ശേഷം ഞാൻ നമ്മുടെ രണ്ടാമത്തെ വാൾ ഷെൽഫും കൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് മേക്ക് ഓവർ ചെയ്ത സമയത്ത് ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയില്ലേ ഫോം ബോർഡ് വെച്ചിട്ട്, അതറിയാണ്ട് ഞാൻ നീക്കി വെച്ച് കഴിഞ്ഞപ്പോൾ സൈഡിലുള്ള സാധനം പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചാണല്ലോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് കട്ടയായതുകൊണ്ട് തന്നെ വീണ്ടും ഒട്ടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല.
അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് പിന്നെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതും ചെറിയ കോമഡി ആയിരുന്നു. ആദ്യം ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ തലകീഴായിട്ടായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് പറിച്ചെടുത്ത് വീണ്ടും കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ മണ്ടത്തരം പണ്ടേ കൂടപ്പുറപ്പ് ആയോണ്ടാണോ എന്ന് അറിയില്ല, അടുത്ത പണി ഇതേ കിടക്കുന്നത്. അത് പൊക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്കി വന്ന ഫ്ലെക്സ് ക്യൂക്ക് നേരെ ഒഴുകി നമ്മുടെ ടേബിൾ ക്ലോത്തിലായി. അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. Here are few techniques to make your makeup last for a very long. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, അത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ആദ്യം തന്നെ ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ മേക്ക് ഓവറിൽ ചെയ്ത അതേപോലത്തെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്, അങ്ങനെ വലിയ ചേഞ്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു പോളറോയിഡ് ക്യാമറയെ പറ്റി ഞാൻ ഓൾറെഡി ന്യൂ ഇയർ ട്രിപ്പിലാണോ പറഞ്ഞത്, അല്ല ബർത്ത്ഡേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം എന്ന് പറയുന്നത് എൻ്റെ ഒരു അങ്കിള് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് എവിടെ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. അതല്ലാതെ മൈജിയിൽ പോയ സമയത്ത് അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ മൈജിയിൽ കണ്ടത് ഏകദേശം 9,000 സംതിങ് ആയിരുന്നു. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫിലിമും ഒക്കെ കൂടെ ചേർത്തിട്ട് ഏകദേശം 10,000 രൂപയൊക്കെ വരും. ഇനി അടുത്തത് ഈ ഒരു സാധനമാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐക്യ എന്നുള്ളൊരു വാൾ ഷെൽഫാണ്. വാളിൽ വെക്കണമെങ്കിൽ ഇത് നമുക്ക് ഡ്രില്ല് ചെയ്യണം. അപ്പോൾ കുറേ കാലത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു ഇതേപോലെ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫ് വേണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇതിന് 4 കാലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇപ്പം ഞാൻ ഫ്ലോട്ടിംഗ് ഷെൽഫായിട്ടാണ് യൂസ് ചെയ്യണത്. പിന്നെ എന്തൊക്കെ പറ്റിക്കഴിഞ്ഞാലും ഏറ്റവും സെൻറ്ററിൽ പ്ലേ ബട്ടൺ വേണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ്. ഒരു പ്ലേ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അറ്റത്ത് ഞാൻ പൊതുവേ അങ്ങനെ ഒന്നും വെക്കാറില്ല, കാരണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ ആ അറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലസ്റ്റേർഡ് ആയിട്ട് തോന്നുമല്ലോ. ഇനി ബാക്കിയുള്ള സംഭവമൊക്കെ നമ്മുടെ വാൾ ഷെൽഫിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഷോർട്സിൽ ഒരു പിൻ ബോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പിൻ ബോർഡ് വെച്ച് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത സാധനം ആ ഒരു വൈബ് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. മീൻസ് ഈ ഒരു വൈറ്റും പിങ്കും ഈ ഒരു മേക്ക് ഓവറിന് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ ക്ലോത്ത് കളഞ്ഞിട്ട് ടേബിൾ ക്ലോത്തിൽ ബാക്കി വന്ന തുണി വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോക്കോൾ ബേസോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്പോഞ്ച് പോലത്തെ സാധനമോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡോ എടുക്കുക. എന്തെങ്കിലും ഒരു ക്ലോത്ത് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പിൻ ബോർഡോ ബുള്ളറ്റിൻ ബോർഡോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പോലെ നമ്മൾ ത്രെഡ് എടുത്തിട്ട് ചുറ്റിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലെയും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇനി പിൻ ബോർഡ് എന്താ സംഭവം എന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒറ്റൊരു കാര്യം മാത്രം പറഞ്ഞുതരാം. സ്കൂളിലൊക്കെ നമ്മുടെ നോട്ടീസ് ബോർഡ് ഇല്ലേ, അതന്നെയാണ് സംഭവം. അതായത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതോ എന്തെങ്കിലും ടു ഡു ലിസ്റ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി കുത്തി വെക്കാൻ പറ്റും. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ വേണമെങ്കിൽ ഹാങ് ചെയ്തും വെക്കാം. അതാണ് മൊത്തത്തിൽ നമ്മുടെ പിൻ ബോർഡ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ച് വെക്കാനായിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്തത്. ഡബിൾ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ ടേപ്പ് ഇല്ലേ, തിന്നായിട്ടുള്ള സാധനം, ആ ഒരു സാധനമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നി. അപ്പോൾ ഇച്ചിരി ക്യൂട്ട്നെസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ബോയും കൂടെ വെച്ച് കൊടുത്തു. ഇനി കുറച്ച് പോസ്റ്റേഴ്സ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഈ ഒരു വലിയ പോസ്റ്റേഴ്സ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഓഡ് ഫീലായിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ കയ്യിൽ കുറേ പോളറോയിഡ്സ് ഉണ്ട്, അതിലും ഇതേപോലെ വിഷൻ ബോർഡിൽ വരുന്ന ഇമേജസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു സംഭവമായിരുന്നു മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഒട്ടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗിയായിരുന്നു. അത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു ഡെസ്ക് മേക്കോറിൻ്റെ വീഡിയോ. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടൊന്നുമില്ല, ഉള്ള ക്ലിപ്സ് വെച്ചിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.